ആ മുകളിലത്തെ സാധനം മാറ്റിയല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ UP-യിലത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ രണ്ടുപേരും ഇവിടുന്ന് പോവാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ ഞങ്ങളുടെ ലാസ്റ്റത്തെ കുർബാനയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവാണ് തിരിച്ച് വൈകുന്നേരം. അപ്പം ഇനി കുർബാന കഴിഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പോവാം. പക്ഷെ തണുപ്പ് തോന്നണ്ടല്ലോ. ആ മഞ്ഞാണ്, പക്ഷെ ഇങ്ങനെ തണുപ്പ് തോന്നണ്ട. നമ്മുടെ അവിടെയുള്ള രാവിലെയുള്ള അത്ര തണുപ്പില്ല ഇപ്പൊ. ആ പക്ഷെ ചില ദിവസങ്ങൾ നല്ല തണുപ്പുണ്ടല്ലേ. ചൂടായി തുടങ്ങി. നല്ല രസമുണ്ടല്ലേ. വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ, നമ്മുടെ അവിടെ ഒന്നും കാണാത്ത. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചാൽ പിടിക്കുമോ? അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ അവസാനത്തെ കുർബാനയും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അഞ്ജലിയും മിടും ഇതിൽ കൂടെ അഞ്ജലിയുടെ 2 ഫ്രണ്ട്സ് മുന്നിൽ കൂടെ എല്ലാവരും നടന്ന് പോവാണ്. കുരങ്ങന്മാരുണ്ടാവും. സൂര്യനാണ്, സൂര്യൻ വരന്താണ്. എന്താ മിടു നീക്ക പറയണേ? സൂര്യൻ വന്നുണ്ട്, ആകാശത്ത് കാണുന്നുണ്ടെന്നോ. ഞങ്ങളോട് തിരിച്ചെത്തിയപ്പോഴേക്കും റെഡി. ചായ എന്തായാലും ചൂടാക്കാം. ഒരു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാം. കഴിച്ചിട്ടുണ്ടാവില്ല, ഒരുമിച്ച് കഴിക്കാം. കഴിച്ചിട്ടുണ്ടാവായിരിക്കും. നിങ്ങൾ കഴിച്ചോടി ബ്രേക്ക്ഫാസ്റ്റ്? ലിജിബണ്ണേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അഞ്ജലിയുടെ പേര് ഞങ്ങൾ മാറ്റി. അവൾക്ക് അഞ്ജലിന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അഞ്ജു എന്ന് വിളിക്കുന്നത് ഇഷ്ടം. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ആദ്യം പാഞ്ചെന്ന് വിളിക്കാന്ന്. അപ്പൊ അവൾക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടണല്ലോ. അപ്പൊ ഞങ്ങൾ അവളുടെ പേര് അറബിയിലെ ഹംസ എടുത്തിട്ട് അഞ്ജു എന്നുള്ള ഹംസ എടുത്ത് അലിയാക്കി. ഹംസാലി. ഹംസാലി ആ അങ്ങനെ അപ്പൊ നീ കേട്ടോ, നിന്നെ വിളിച്ചെന്ന് മനസ്സിലായില്ലേ? ഹംസാലി ഇങ്ങോട്ട് വാ. ഹംസാലി ഇങ്ങോട്ട് വാ. പാവണ്ടോ ഇതേ ഞങ്ങളുടെ ഹംസാലി. ഹംസാലിയെ ഹംസാലി ഇങ്ങോട്ട് വാ. അപ്പൊ ഓക്കെ, ബൈ ബൈ. അളിയന്റെ ബാഗ് റിവ്യൂ ചെയ്യണോ? അളിയന്റെ ബാഗിന്റെ സൈഡിലൊക്കെ പേനൊക്കെ കാണണം. കണ്ടോ? 3 പേന. ബാഗിന്റെ കള്ളിയോട് തുറന്നു വെച്ചാണോ ശ്വാസം കിട്ടാൻ? എന്തായാലും ഇതാണ് ചേച്ചിയുടെ യൂണിഫോം. ഇതാണ് ചേട്ടന്റെ യൂണിഫോം. അതായത് സ്വന്തം ഇഷ്ടമുള്ള ഷർട്ട് ഇട്ടു. സ്വന്തം ഇഷ്ടമായിട്ടല്ല, യൂണിഫോമാണത്. ആ ഞങ്ങൾ ഇന്ന് അവരിട്ടായിരുന്നത് തന്നെയായിരുന്നു നമ്മള് കണ്ടായിരുന്ന സാറന്മാര്. അപ്പൊ ഓക്കെ, നിങ്ങൾ വരുമ്പോ നിങ്ങള് പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് തരാം. എന്തൊക്കെയായിരുന്നു നമ്മളെ അവരെ കളിക്കാനോ അവരുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാനൊന്നും നമ്മൾ പോകേണ്ടത്. ഞങ്ങളെ വേഗം പറഞ്ഞേക്ക്. എന്തെങ്കിലും ധൃതിയാ നോക്കി. പോവാ അകത്തേക്ക്. വന്നപ്പോ എന്തൊക്കെയായിരുന്നു അറിയോ? നേരം വെളുത്ത് ഇറങ്ങാൻ പറ്റില്ല. കുരങ്ങന്മാരിവിടെ വാതിക്കൊന്ന് നിൽക്കും, ഇങ്ങനെ നിൽക്കും. നമ്മള് 15 കിലോ കൊള്ളായിരുന്നു. പുട്ട് 2 പീസ് വേണോ 1 പീസ് വേണോ? 1 പീസ് മീൻസ് വലിയ പുട്ടാണോ വേണ്ടത്? അതിന്റെ ചെറുതാണോ വേണ്ടത്? അല്ല അന്ന് നോക്കി എനിക്കറിയാം. ഒരു പൊട്ട് കാണാം. ഇതൊരു ഗ്ലാസ് പുട്ട് ഉണ്ടാക്കിയാണ് ചേച്ചി. അതാണ് 1 വേണം 2 വേണം ചേച്ചി.
will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I need. Until my heart ഭംഗി ഇതിന് മറിഞ്ഞിരിക്കും ആൾക്കാർ. നല്ല ടേപ്പ് കേട്ടോ, നല്ല ടേപ്പ്, എനിക്ക് ഇഷ്ടമായി. സൂപ്പർ ടേപ്പ്. പക്ഷെ ഇവിടെ ഇരിക്കാനുണ്ട്, ഇത് റാപ്പിങ്ങിൽ ഇറങ്ങിക്കോളുമായിരിക്കും അല്ലേ? അതിലൂടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. റാപ്പിന് നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു, നല്ലതായിരിക്കും. ചെയ്തു റാപ്പിന് വെയിറ്റ് ഉള്ളതായിരുന്നു. ഇതിങ്ങനെ വയ്ക്കും, ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പെട്ടി പിടിക്കോ? ഞാൻ പെട്ടി വലിച്ചോളാം. ഞാൻ ഇല്ല തലച്ചു. വലിച്ചു പിടിച്ചോട്ടോ, ടൈറ്റ് ചെയ്ത്. വെയിറ്റോളായിരുന്നേ, ടൈറ്റ് ചെയ്ത് തന്നെ വലിക്കണ്ട, അത്രയും ഇതാണ്. നീ ചേച്ചി പോയിക്കോട്ടെ കേട്ടോ, ആ സൈഡിലേക്ക് തിരിഞ്ഞ് പോയിക്കോട്ടെ. ഭയങ്കര തിരിച്ചു റാപ്പിന്റെ വെയിറ്റ് വരെ. ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞ് വാസലിൻ, സനജാന്റെ വാസലിൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മാത്രം പോവാണ്. ഒരു ലിപ് ബാം ഒന്നും കടയിൽ ഉണ്ടാവും, കിട്ടുവോ? അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് കവർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കണേ. ആ ഓക്കെ. ഇവിടെ തെറ്റിപ്പോയി. No. ആ ഓക്കെ, അപ്പം ശരി, ബൈ. വേണ്ടല്ലോ. ഈ ട്രിപ്പിലെ അവസാനത്തെ യാത്ര. അപ്പൊ നമ്മുടെ പെട്ടിയൊക്കെ വണ്ടിയിൽ കയറ്റാണ്. പെട്ടിയിലെ ഇപ്രാവശ്യം വെയിറ്റ് ഓരോ കിലോ കൂടുതലുണ്ട് രണ്ടിലും. ഇവിടുത്തെ എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ മിലിറ്ററി എയർപോർട്ട് ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് പറഞ്ഞത്. ചിലപ്പോൾ കുഴപ്പമുണ്ടായിരിക്കില്ല, ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ. ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. പ്രവാസനം അതാവേ. ഞാനിത് ഇങ്ങനെ കൊണ്ടുവരാം. ആ മുകളിലത്തെ സാധനം മാറ്റിയല്ലോ. ഇതുണ്ടല്ലോ, അത് വെക്കാണ്ട് പോയാലോ? സെറ്റ് കറക്റ്റാണ്. സീറ്റും കൂടി പോരുമല്ലോ. ഇതില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, സീറ്റ് ലോക്കില് ലോക്കിലാണല്ലേ? തട്ടുന്നുണ്ടോ? ഓക്കെയാണ്. ബാഗ് പോകുമ്പോൾ പോകുമ്പോൾ എടുക്കാം.
കുഴപ്പങ്ങളൊന്നുമില്ല, പെട്ടെന്ന് കയറി പോകാനും കുഴപ്പമൊന്നുമില്ല, അവിടെ ഇറങ്ങാനും പെട്ടെന്ന് വീടെത്താനും. ഒരു കല്യാണത്തിന് പള്ളിയിൽ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ യു പിയിലത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ രണ്ടുപേരും ഇവിടുന്ന് പോവാൻ പോവാണ്. അപ്പൊ ചേച്ചി പെണ്ണെ താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പൊ ഇത്ര ദിവസം ഞങ്ങളെ സഹിച്ചതിന് 1000 നന്ദി. അതൊക്കെ തിരിച്ച് കണ്ടില്ല. അപ്പൊ ഞങ്ങള് വേറെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്ക് കുരങ്ങന്മാരുടെ ഒരു ഇത് കിട്ടിയില്ല. നമ്മളെ കണ്ടപ്പോ കുരങ്ങന്മാര് പോയി പട ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. ചെലപ്പോ വലിയ കുരങ്ങനാണ്ട് പെട്ടി ഞെട്ടിയിട്ടുണ്ടാവും. കുരങ്ങനെ മാത്രല്ല കണ്ടവര്, കുരങ്ങെത്തിനും കണ്ടോ. കുരങ്ങന്മാര് രാജാവും രാജ്ഞിയും കൂടി ഉള്ള കാരണം അവര് വന്നില്ല. പോയി മൊബൈൽ എടുത്താ ചാർജില്ലായിരുന്നു. മൊബൈലിലോ Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചി പാതി ഉറക്കത്തിലുണ്ടാ, കണ്ണ് തുറന്നിരിക്കുന്നുള്ളൂ. ഉറക്കം വരല്ല, ഉറക്കത്തിലാണ്. അഞ്ജലി പിന്നെ ഉറങ്ങുന്നില്ല. അഞ്ജലി ഭയങ്കര സ്മാർട്ട് ഗേളാണ്. ഒരു കൊതുക് പറന്ന് നടക്കണ്ട, അതിനെ പിടിക്കാൻ നടക്കാം. സ്കൂളിൽ പോയി വന്നല്ലോ. മിഡു ഫ്രണ്ടില് ഉണ്ട്, അളിയൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് എന്തോരം നേരം ചേട്ടാ? ഇനി 1 മണിക്കൂറിനടുത്ത് ഇനിയുണ്ട് യാത്ര നമുക്കവിടെ എത്താനായിട്ട്. നീ ഉറങ്ങാൻ പോവാ? കൂട്ടത്തോടെ ഉറങ്ങാൻ പോവാ. ഡി ജെ വണ്ടി ഇതാണ് ഇവിടുത്തെ ഡി ജെ വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ MBD ഇപ്പൊ തൂക്കി എടുത്തിട്ട് പോയി നോക്കിയാൽ മൊത്തം ലൈറ്റും സ്പീക്കറുകളാണ്. കിടക്ക നോക്കി, ഇതാണ് സാധനം. ഈ കാണുന്ന ഇപ്പൊ നമ്മളൊരു പാലത്തിന്റെ കൂടെ പോയിട്ടാണ്, മൊത്തം ബ്ലോക്കാണ്. ഈ പാലത്തിന്റെ അടിയിലുണ്ടോ നമ്മൾ അന്ന് പറഞ്ഞ മരിച്ച ആൾക്കാരെയൊക്കെ ദഹിപ്പിക്കണ സ്ഥലം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പറ്റണമെങ്കിൽ നമ്മൾ അവിടെ പോയി കാണിക്കാൻ നോക്കാന്ന്. പക്ഷെ കുറെ ദൂരത്തിലായിരുന്നു. പിന്നെ അത് ശരിക്കും പറഞ്ഞത് മറന്നുപോയിട്ടാ അന്ന് ഉണ്ടായത്. നമ്മള് മറ്റേ അയോധ്യയിലും ലക്നൌവിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇതിന്റെ കാര്യം വിട്ടുപോയി. അപ്പൊ എന്തായാലും ഇനി എപ്പോഴേലും വരുമ്പോ അത് കാണിക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എയർപോർട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. മിലിറ്ററിയുടെ ഇതാണ്, എയർഫോഴ്സിന്റെ ഇവിടെ നിന്നിട്ട് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് എയർപോർട്ടിലേക്ക്.